പത്മ. ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ഭൈരവൻ എന്ന ആ ഭൈരവ സ്വരൂപത്തെ, ഭൈരവ തത്വത്തിലൂടെ എങ്ങനെ ഭയം മാറ്റി അഭയമായി ദേവിയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള വരികളാണ്. മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹാസന. മഹാതന്ത്ര, തന്ത്രം എന്നാൽ നമ്മൾ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്, അതായത് ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയിട്ടാണ്. എന്നാൽ ഇവിടെ തന്ത്ര എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു ഫ്രെയിം വർക്ക്, അതായത് ഒരു തുന്നിച്ചേർക്കുന്ന, ഒരു കൂടിച്ചേർപ്പിക്കുന്ന ഒരു എന്താണ് ടെക്നീക്ക് എന്ന് പറയാം. തന്ത്രം എന്ന് നമ്മൾ കുതന്ത്രം എന്ന ആ രീതിയിലല്ല. തന്ത്രം എന്നാൽ ഇവിടെ മഹത്തരമായ മഹാതന്ത്രയാണ്. എങ്ങനെയാണ്, എന്തിനാണ് തന്ത്രം? വളരെ കൃത്യമായി ആദിപരാശക്തി ദേവിയിലേക്ക് എത്താനുള്ള തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ നിമിഷം ഉണ്ടാക്കുന്നതല്ല. ലോകലോകങ്ങൾ മുതൽ ഈ രഹസ്യമായ ലളിതാ സഹസ്രനാമത്തിലൂടെ ഹയഗ്രീവരും അഗസ്ത്യമുനിയും ആ മഹാദേവനിൽ നിന്ന് തന്നെ കിട്ടിയ രഹസ്യത്തെയാണ് പറയുന്നത്. അതിന്ന് ഈ നിമിഷം നമ്മളിലേക്ക് എത്തിയെങ്കിൽ അത് കൃത്യമായ തന്ത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ എത്തില്ല. അതിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. ആ തന്ത്ര മഹാമന്ത്ര, മഹത്തരമായ മന്ത്രം. നമുക്കറിയാം, മന്ത്രം എന്നാൽ മനസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ആ മനസ്സിൽ പറയുന്നതിനെ മെനഞ്ഞെടുത്തിരിക്കുന്നതിനെയാണ് ഇവിടെ മഹാതന്ത്ര എന്ന് പറയുന്നത്. കാരണം എത്ര കോടി മനുഷ്യർ ജനിക്കുന്നു, അത്ര കോടി മനസ്സുകളും ഇവിടെയുണ്ട്. ആ മനസ്സുകളെ ഈ പാതയിലേക്ക്, സാധനയിലേക്ക് എത്തിക്കുന്നത് മന്ത്രങ്ങളിലൂടെയാണ്, മന്ത്രജപങ്ങളിലൂടെ. അപ്പോൾ അതിന് മഹാതന്ത്രമുണ്ട്. എന്നാലേ ഈ മഹാമന്ത്രം നമ്മൾ ദീക്ഷയൊക്കെ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ മഹാമന്ത്ര, മന്ത്രസ്വരൂപമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാലേ തന്ത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹാസന. മഹായന്ത്രം, മനസ്സ് എന്നത് മഹായന്ത്രമാണ്. ഫിസിക്കലി കാണാനാകാത്ത, ഭൗതികമായിട്ട് ലൗകികമായിട്ട് ഒരിക്കലും ദർശിക്കാനാകാത്ത, എന്നാൽ അതേ ഭൗതികതയും ലൗകികതയും ആത്മീയതയും ഒരുമിച്ച് സൃഷ്ടിച്ച് ജീവിച്ച് സംഹരിക്കാൻ സാധിക്കുന്ന മനസ്സ് എന്ന മഹായന്ത്രം. പുറത്തുള്ള യന്ത്രങ്ങൾ പ്രതീകങ്ങളാണ്. ശ്രീചക്രമാവട്ടെ, സുദർശനമാവട്ടെ, എന്ത് യന്ത്രങ്ങളായാലും അതിൽ ശക്തിയുണ്ട്. അത് ഈ മനസ്സിലൂടെ നമ്മൾ തന്നെ നൽകുന്നതാണ്. ഈ തന്ത്രം, ഈ മന്ത്രം, അങ്ങനെ മഹായന്ത്രം. നമ്മളുടെ ചക്രങ്ങളെല്ലാം ഒത്തുചേർന്ന് ഈ ശരീരം തന്നെ ഒരു മഹായന്ത്രമായി മാറി നമ്മൾ സാധനയിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് മഹാസന, മഹത്തരമായ ആസനം. ആസനം എന്നാൽ ഇരിപ്പിടമാണ്, ഫിസിക്കലി ഉള്ളൊരു ചെയറല്ല. ഇത് മഹാസന, മഹത്തരമായുള്ള ഒരു ഇരിപ്പിടം, ഒരു ആസന കിട്ടിയിരിക്കുകയാണ്. മൂലാധാരത്തെയും കൂടെ ചേർത്താണ് ഇവിടെ ആസന എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഇരിപ്പിടമല്ല, നമ്മളുടെ ആധാരത്തിനെ ഉറപ്പിക്കണം. ആസന, നമ്മളുടെ ഇരിപ്പിടം, അത് മൂലാധാരമാണ്. ആ ഇരിപ്പിടം ഉറപ്പിക്കണമെങ്കിൽ എന്താണ്? മഹായോഗക്രമാരാധ്യ, മഹത്തരമായ യോഗം സംഭവിക്കണമെങ്കിൽ, ഈ ജപത്തിലൂടെ, ഈ സാധനയിലൂടെ സംഭവിക്കണമെങ്കിൽ, നമ്മൾ ദേവിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, കൂടിച്ചേരണമെങ്കിൽ ഭക്തിയിലൂടെ ആ മഹായോഗം ക്രമമായി ആരാധിക്കണം. മഹായോഗ ക്രമാരാധ്യ, ക്രമീകരിച്ചിട്ടുണ്ട്. ആരാണ്? മനുഷ്യരല്ല. ആരാണ്? മഹാഭൈരവ പൂജിത, മഹാഭൈരവൻ, മഹത്തരമായ ആ മഹാദേവന്റെ തത്വരൂപം. മഹാദേവൻ തന്നെയാണ് ഭൈരവൻ, യാതൊരു സംശയവും വേണ്ട. ശ്രീപരമേശ്വരനായ ആ മഹാദേവൻ, ആ പരമശിവൻ തന്നെയാണ് ഭൈരവരൂപം. ആ ഭൈരവനെ പൂജിക്കാതെ ഒരു ദേവീ സ്വരൂപത്തിലേക്കും എത്താൻ സാധിക്കില്ല. അഥവാ നമ്മൾ എത്താൻ തുനിഞ്ഞാൽ വഴി തെറ്റും. നമുക്ക് വഴി തെറ്റിയിരിക്കും. കാരണം
ആ വഴി കൃത്യമായി തുന്നപ്പെട്ടതാണ്. അതാണ് മഹാതന്ത്ര. ആ തന്ത്രം നമുക്ക് മനസ്സിലാവില്ല, അതിന് മഹാമന്ത്രമുണ്ട്. ആ മഹാമന്ത്രം ഈ മഹായന്ത്രത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കൃത്യമായ ഭൈരവൻ ഉണ്ടായിരിക്കും. ഭയമില്ലാതെ മുന്നോട്ട് പോകണം. ഉള്ളിലും പുറത്തും ഭയമരുത്, സാധനയിലോ ഉപാസനയിലോ. അത് ദേവി ഭൈരവനെ കൂടാതെ മുന്നോട്ട് അടുപ്പിക്കത്തേയില്ല. അതിനാലാണ് മഹാഭൈരവ പൂജിത. നമ്മൾ ഈ സിനിമകളിലും കഥകളിലും കേട്ട് ഭൈരവനെ ഒരു ഉഗ്രരൂപനായി ആരാധിക്കാറേയില്ല. എന്നാൽ ശാക്തേയ സമ്പ്രദായത്തിൽ ശ്രീവിദ്യാഉപാസനയിൽ ദേവിയുടെ അടുത്തെത്തണമെങ്കിൽ ഭൈരവനെ കൈപിടിച്ച് കൂടാതെ ഒരു ഘട്ടത്തിലും എത്തില്ല. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല, വീണിരിക്കും, വഴി തെറ്റിയിരിക്കും. അതുകൊണ്ട് മഹാഭൈരവ പൂജിത. അതാണ് വരി. മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായോഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.